ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് എക്സാം ചോദ്യപേപ്പറാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആണ് കേട്ടോ. മലയാളം മീഡിയത്തിൻ്റെ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ 6ാം ക്ലാസ്സിൻ്റെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മാത്തമാറ്റിക്സ് ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാം ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങളാണിത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ question, look how 72 is written as prime numbers. A, find and write the missing numbers. B, if 144 is written as a product of prime numbers, how many times will 2 appear in it? C, the sum of two prime numbers is 13, which is the largest prime number in them. D, which of the following statement is correct? അപ്പോൾ ഈ എല്ലാത്തിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കണം. അതേപോലെ ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം നമുക്ക് ആദ്യത്തെ 4 നോക്കാം. 1A ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം 2293 അല്ലെങ്കിൽ 2362. ഇതിൽ ഏതാണെങ്കിലും നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. ബിയുടെ ആൻസർ 4 ടൈംസ് ആണ്. സിയുടെ ആൻസർ 11. ഡിയുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇതല്ല, ഓപ്ഷൻ സി ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 30 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15. ഓക്കെ, അടുത്തത് ഓർ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1B, അതിൽ ആദ്യ ചോദ്യം റൈറ്റ് 110 ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. ബി, ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് 110 ഹാവ്? സി, റൈറ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് 110. D, if the following numbers are written as product of prime numbers, which number will have both 2 and 5 as factors? അപ്പോൾ 1Bയുടെ ABCD ഉത്തരങ്ങളാണ്. 1Bയുടെ A ആൻസർ വരുന്നത് 2 × 5 × 11, 2 × 5 × 11. ബിയുടെ ആൻസർ വരുന്നത് 8 ഫാക്ടേഴ്സ്. സിയുടെ ആൻസർ വരുന്നത് 1, 2, 5, 10, 11, 22, 55, 110. എല്ലാം ഫാക്ടേഴ്സ് ആണ് 110ൻ്റെ. ഡിയുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 30 ആണ് കേട്ടോ. അതായത് ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ 1Aയുടെ ഉത്തരങ്ങളും 1Bയുടെ ഉത്തരങ്ങളും ഒന്ന് കണ്ടാലോ. ഇതാ എല്ലാത്തിൻ്റെ ഉത്തരങ്ങളും ഉണ്ട്. 1Aയുടെ എല്ലാ ഉത്തരങ്ങളും 1Bയുടെ എല്ലാ ഉത്തരങ്ങളും കേട്ടോ. വേണ്ടവർ നോട്ട് ചെയ്തുകൊള്ളുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ദ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻടു ഈക്വൽ പാർട്സ്. വാട്ട് പാർട്ട് of the circle is shaded? B, write the fraction showing the shaded portion as the sum of half and another fraction. C, draw a circle and shade it to show 1/4 plus 1/8. D, look at the statement and reasons given below. സ്റ്റേറ്റ്മെൻറ്റും റീസണും നോക്കി തന്നിരിക്കുന്നതിൽ ശരിയായത് എഴുതണം. അപ്പോൾ രണ്ടിലും ABCD ഉണ്ട്. രണ്ടിൻ്റെ ABCD ഉത്തരങ്ങൾ നോക്കാം. രണ്ടിൻ്റെ A ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് 5/6. ബി, 2Bയുടെ ആൻസർ ആണ് 1/2 പ്ലസ് 1/3 അല്ലെങ്കിൽ 1/2 പ്ലസ് 2/6 എന്നും നിങ്ങൾക്ക് എഴുതാം. 2Cയുടെ ഉത്തരം ഇതുപോലെയാണ് ഫിഗർ വരിക. 8, 3/8 വരും കേട്ടോ. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 1/4ഉം 1/8ഉം നമ്മൾ ആദ്യം ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ LCM കണ്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 8 + 4/32, 8 × 4 12, 12/32. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. 6ൻ്റെ ടേബിളിൽ 12 6 പ്രാവശ്യം 32 ഇതുപോലെ കളഞ്ഞു. അപ്പോൾ 6/16 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8 നമുക്ക് ആൻസർ കിട്ടും. ഇനി ഡി ആണ്. ഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രോങ്, റീസൺ ഇസ് കറക്റ്റ് ആണ്. 2D ആണ് കേട്ടോ. ഉത്തരം വരുന്നത് 2D ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2Dയുടെ ബി ആൻസർ ആണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രോങ്, റീസൺ ഇസ് കറക്റ്റ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. നമുക്കിവിടെ ന്യൂ ഇയർ ഓഫർ 30% ഓഫ് ഓൺ ക്ലോത്ത്സ്. ഡിഡ് യു സീ ദ ആഡ്? വാട്ട് ഡിസ്കൗണ്ട് വിൽ ഗെറ്റ് വെൻ വി ബൈ ക്ലോത്ത്സ് ഫോർ ₹100 ഫ്രം ദിസ് ഷോപ്പ്? 100 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങി നമുക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ബി, അബു ഗോട്ട് 90 rupees ഡിസ്കൗണ്ട് വെൻ ഹി ബോട്ട് ക്ലോത്ത്സ് ഫ്രം ദിസ് ഷോപ്പ്. ഫോർ ഹൗ മച്ച് rupees ഡിഡ് അബു ബൈ ക്ലോത്ത്സ്? അപ്പം നമുക്ക് 3Aയുടെയും Bയുടെയും ഉത്തരങ്ങളാണ്. ABCD ഉണ്ട് കേട്ടോ 3-ന്. അത് Aയും Bയും പറയാം. 3Aയുടെ ഉത്തരം വരുന്നത് 30 രൂപയാണ്.
3 ബിയുടെ ഉത്തരം വരുന്നത് 300 രൂപയാണ്. ഇനി 3 സിയും ഉണ്ട് ഡിയും ഉണ്ട്. 3 സി എന്താണ് വരുന്നത്? രാജു ബോട്ട് ക്ലോസ് ഫ്രം ദിസ് ഷോപ്പ് ഫോർ 1560 rupees. ഹൗ മച്ച് ഷുഡ് രാജു പേ എന്നാണ്. അതിൻ്റെ ഉത്തരം 3ന്റെ സി ഉത്തരം വരുന്നത് ഇതാണ് കേട്ടോ. 1560 ഇൻറ്റു 30/100 ചെയ്യുക, 468 കിട്ടും ഡിസ്കൗണ്ട്. അപ്പോൾ 1560 ആണ് റിയൽ പ്രൈസ്. അതിൽ നിന്ന് 468 കുറച്ചാൽ നമുക്ക് 1092 rupees അവന് പേ ചെയ്യണം. ഇനി 3ന് ഡി ഉണ്ട്. ഡി എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 3ഉം 4ഉം കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് കറക്റ്റ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തേതിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. മൂന്നാമത്തെ സിയും ഡിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 4A റൈറ്റ് 5 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 3. 3ന്റെ തുടർച്ചയായ 5 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് എഴുതണം. ബി ഓഫ് ദീസ് നമ്പേഴ്സ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് നമ്പേഴ്സ് ആൻഡ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് നമ്പേഴ്സ്? വൈ? സി എന്താ? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ആൻഡ് ദ മിഡിൽ നമ്പർ? ഡി എന്താ? 185 + 299 ഈസ് ഈക്വൽ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇതിന് തുല്യമായത്. ഇനി 4ന് ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 4B. A question, what is the remainder when the numbers 2, 5, 8, 11 are divided by 3? B, is the difference of any two numbers in the given sequence a multiple of 3? Why? C, what number should be subtracted from 599, 599 to get the number which is equal to 600 minus 198? D എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഈക്വൽ ടു 108 മൈനസ് 92. അപ്പം 4Aക്ക് ഓർ 4Bയുടെ ഇതിൽ രണ്ടിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം 4Aയുടെ ABCD. 4A ക്വസ്റ്റ്യൻ്റെ എയുടെ ആൻസർ വരുന്നത് 3, 6, 9, 12. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അത് A, B എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യനിൽ ഞാൻ അത് ഇട്ടിട്ടാണ് ഇതിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ പല ആൻസർ നിങ്ങൾക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറും ഈ ലെറ്റേഴ്സും കറക്റ്റായി നോക്കുക. 4A ആണ് ഇപ്പോൾ പറയുന്നത്. അതിൽ A ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. ബി ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് നമ്പർ 3ഉം ഫിഫ്ത്ത് നമ്പർ 15ഉമാണ്. 3ഉം 15ഉം കൂട്ടുമ്പോൾ 18. സെക്കൻഡ് നമ്പർ 6ഉം അതുപോലെ തന്നെ ഫോർത്ത് നമ്പർ 12ഉം കൂട്ടുമ്പോഴും 18. അപ്പോൾ സമ്മ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സംസ് ആർ ഓൾവേസ് ഈക്വൽ. ഇനി ഇതിൽ സി ക്വസ്റ്റ്യൻ ആൻസർ മിഡിൽ നമ്പർ 9 ആണ് അല്ലേ. എന്താ പ്രത്യേകത? 18ന്റെ പകുതിയാണ് ഈ 9, അല്ലെങ്കിൽ 9ന്റെ ഡബിൾ ആണ് 18. 18 ഈസ് ദ ഡബിൾ ഓഫ് 9, 2 times more. ഡിയുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 184 + 300. അപ്പോൾ 4Aയിലെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി 4B ഓർ ക്വസ്റ്റ്യൻ ആണ്. 4Bയിലെ ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം റിമൈൻഡർ 2. 4B ക്വസ്റ്റ്യൻ ആണ്. 4Bയിലെ ബി ആൻസർ യെസ് ദ ഡിഫറൻസ് ഓഫ് എനി ടു നമ്പേഴ്സ് ഇൻ ദി sequence is a multiple of 3 because the sequence is an arithmetic progression with a common difference of 3. ഇത്രയുണ്ട് കേട്ടോ അതിൻ്റെ ഉത്തരം. ഇത്രയുണ്ട്. നെക്സ്റ്റ് 4Bയിലെ സി ക്വസ്റ്റിൻ്റെ ഉത്തരം 197. 4Bയിലെ ഡി ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി 106 - 100. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് 5ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം, എ ഷോപ്പ് ഓഫേഴ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 9% ഓൺ ഗൂഡ്സ്. വാട്ട് ഇസ് ദ ഡിസ്കൗണ്ട് ഓൺ ആൻ ഐറ്റം പർച്ചേസ്ഡ് ഫോർ 10 rupees? 10 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 9% ഡിസ്കൗണ്ട്. അത് കാണണം. ബി, ഇഫ് യു ഗെറ്റ് 9% ഡിസ്കൗണ്ട് ഓൺ ഗൂഡ്സ് വർത്ത് 160 rupees, ഹൗ മച്ച് rupees വിൽ ഗെറ്റ് എസ് ഡിസ്കൗണ്ട്? സി, ഇഫ് യു ഗെറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 200 rupees ഓൺ ബൈയിങ് ഗൂഡ്സ് ഫോർ 2500 rupees, വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട്? D, which of the following is equal to discount of 1 paise for 1 rupees? അപ്പോൾ 5ാമത്തെ ABCD ആദ്യം നോക്കാം. 5ാമത്തെ A ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 90 പൈസയാണ് കേട്ടോ. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. 10 × 9% കണ്ടുപിടിക്കുക. 9/100 ചെയ്യുമ്പോൾ 9/10 കിട്ടും. 9/10 എന്ന് പറയുന്നത് 0.9 ആണ്. ഈ 0.9 രൂപയിലാണ് കിടക്കുന്നത്. അത് പൈസയിലേക്ക് നമ്മൾ മാറ്റി 90 പൈസ. അടുത്തത് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ 160 × 0.9 ചെയ്യുക. 14 രൂപ 40 പൈസ എന്ന് കിട്ടും. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ 200 × 100/2500 ചെയ്യുക. ഇതെല്ലാം ക്യാൻസൽ ആക്കിയാൽ 200/25 8% എന്ന് കിട്ടും. 5ാമത്തെ ഡി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 10 പൈസ ഫോർ 10 രൂപ, 10 പൈസ ഫോർ 10 rupees. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം എന്താ? രാധ ഗോട്ട് 4.250 liters of milk from her cow. Out of this, she gave 0.570 liter of milk to Ramu's house and 1.750 liters of milk to Samir's house. How much milk was given to Ramu and Samir together? What is the remaining quantity of milk?
റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 25/10 പ്ലസ് 3125/1000. ഇനി ഡിയുടെ ആൻസർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു 5.205. അതിന് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആറാമത്തെ ABCDയുടെ ഉത്തരങ്ങൾ നോക്കാം. ആറാമത്തെ എയുടെ ആൻസർ രാമുവിൻ്റെ വീട്ടിൽ കൊടുത്ത പാല് 3/4 ലിറ്റർ, സമീറിൻ്റെ വീട്ടിൽ 1.25 ലിറ്റർ കേട്ടോ. ടോട്ടൽ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യുക. അതായത് ഇതുപോലെ ആഡ് ചെയ്യുക കേട്ടോ. സൈഡിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെ കൂട്ടണം എന്നുള്ളത്. ഇതുപോലെ ആഡ് ചെയ്യുക. അപ്പോൾ 2.5 ലിറ്റർ എന്ന് കിട്ടും, 2.5. ബിയുടെ ഉത്തരം റിമൈനിങ് ക്വാണ്ടിറ്റി കാണണം. ടോട്ടൽ ഉള്ളത് 4.25 ലിറ്റർ ആണ്, 4.250 4.25 ആണ്. അതിൽ നിന്ന് ഈ 2.5 ലിറ്റർ കുറച്ചാൽ നമുക്ക് 1.25 ലിറ്റർ കിട്ടും, അതായത് 1.750 ലിറ്റർ. ഇനി സിയുടെ ആൻസർ വരുന്നത്, ഇതിനെ നമ്മൾ ഈ ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് ആക്കുക. 0.25 പ്ലസ് 3.125 ആഡ് ചെയ്യുമ്പോൾ വരുന്നത് 5.625 വരും. ഇനി ഡിയുടെ ആൻസർ സി ആണ്, ഓപ്ഷൻ 5 പ്ലസ് 2/10 പ്ലസ് 5/1000. അപ്പം നമ്മൾ 6 ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. 6 ചോദ്യങ്ങളുടെ ഉത്തരം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്ക്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.